സംസ്ഥാനത്ത് പലയിടത്തും വന്യജീവി ശല്യം രൂക്ഷമാണ്. കണ്ണിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ PT5 കാട്ടാന വീണ്ടും ജനവാസ മേഖലയിലെത്തിയിട്ടുണ്ട്. പാലക്കാട് കഞ്ചിക്കോട് പയറ്റുകാട് മേഖലയിലാണ് ആന എത്തിയത്. രാവിലെയോടെ ജനവാസ മേഖലയിലെത്തിയ ആന പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. തെങ്ങുൾപ്പെടെ ആന നശിപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, നിലവിൽ അവിടെ എന്താണ് അവസ്ഥ? ദേവിക, ഈ ആന ഇപ്പോഴും കാട്ടിലേക്ക് കയറാതെ ജനവാസ മേഖലയ്ക്ക് സമീപത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമ്മൾ TV ആയിരുന്നു ഇത്തരത്തിൽ ഈ ഒരു PT5 എന്ന ആന കണ്ണിന് കാഴ്ചയില്ലാതെ തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ തന്നെ ഈ ആന തുടർച്ചയായിട്ട് ജനവാസ മേഖലയിൽ എത്തുന്നു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് കാഴ്ചശക്തി ഉണ്ടെന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത ആർക്കും ഉണ്ടായിരുന്നില്ല. ഏതായാലും നമുക്ക് അത് കൃത്യമായ വിവരം ലഭിക്കുകയും തുടർന്ന് ഈ കണ്ണിന് കാഴ്ച പരിശോധന നടത്തണമെന്നുൾപ്പെടെയുള്ള ജനങ്ങളുടെ ആവശ്യമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും ഈ സാഹചര്യത്തിൽ ഇപ്പോൾ വനം വകുപ്പ് അതിന്റെ നടപടികളിലേക്ക് ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള നടപടികൾക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിലും ഇപ്പോൾ ഈ കഞ്ചിക്കോട് പയറ്റുകാട് മേഖലയിലാണ് ആന എത്തിയിരിക്കുന്നത്. രാവിലെയോടെ ജനവാസ മേഖലയിൽ എത്തിയ ആന പ്രദേശത്ത് ഇപ്പോഴും നിലയുറപ്പിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു തെങ്ങ് ഉൾപ്പെടെ ആന നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആനയെ പിടികൂടാനുള്ള വനംവകുപ്പിന്റെ ദൗത്യം ഏതായാലും തുടരുന്ന ഒരു സാഹചര്യമാണ്. ആന കുങ്കിയാനകളെ ഉൾപ്പെടെ എത്തിച്ച് ഈ ആനയെ പിടികൂടി അതിന് ചികിത്സ നൽകും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് പറഞ്ഞത്. ഏതായാലും അത്തരം നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കും എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്.